ഹലോ ഗൈസ്, നമ്മുടെ ബിഗ് ബോസ് വിന്നറെ തീരുമാനിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പുറത്തു പോയ കണ്ടസ്റ്റന്റ് എല്ലാം ഉള്ളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ പ്രതീക്ഷിച്ച ഒരു പോസിറ്റീവ് അടിപൊളി വൈബായിരുന്നു. ബട്ട് അവിടെ മൊത്തം നെഗറ്റിവിറ്റിയാണ്. കയറി വന്ന ആൾക്കാർ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയുന്നത്. അതുപോലെ ചിന്തിക്കാനുള്ള ബുദ്ധി വിവരം ഇവർ ഈ ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റന്റിന് ഇല്ലേ എന്നാണ് ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുന്നത്. ലാസ്റ്റിലുള്ള കുറച്ച് ദിവസങ്ങൾ അടിപൊളിയായിട്ട് പോകണ്ടേ, പക്ഷെ അവിടെ ഇരുന്ന് ചെറിച്ചില്. അതിനകത്ത് എനിക്ക് ആർജെ ബിൻസിനോട് പറയാം. ആർജെ ബിൻസി ഒരു പ്രൊമോയിൽ പറയുന്നത് കേട്ടു, അനുമോൾ എടുത്ത് നീ PR-ന് പൈസ കൊടുത്ത ബലത്തിലാണ് ഇവിടെ ഇത്രയും ദിവസം നിൽക്കുന്നത് എന്നുള്ളത്. സോ ആർജെ ബിൻസിനോട് എനിക്ക് പറയാനുള്ളത്, അനുമോള് വേണ്ടതിലധികം കണ്ടൻസ് ബിഗ് ബോസിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അനുമോൾ അവിടെ നിൽക്കുന്നത്. ഏതൊരു ഇതിലും അനുമോളുടെ ഇൻവോൾവ്മെന്റ് അതിനകത്തുണ്ട്. ഇല്ലെങ്കിൽ ഇനിയിപ്പോ സോഫന്റെ ബാഗ് പോയി കിടന്നിട്ടാണെങ്കിൽ കിടന്നോള് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. അനുമോൾ കൊടുത്തിട്ടുണ്ട്. കാരണം അതിന്റെ ബേസിസ് തന്നെയാണ് അവൾ നിൽക്കുന്നത്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ശൈത്യ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, എന്റെ PR-ഉം നിന്റെ PR-ഉം ഒരാളായിരുന്നു, പക്ഷെ ഞാൻ പോയി എന്നല്ല. എന്തുകൊണ്ട് പോയി? വേണ്ടത്ര കണ്ടന്റ് ശൈത്യ കൊടുത്തിട്ടില്ല. പിന്നെ പറയുന്നുണ്ടായിരുന്നു, അനീഷ് എന്ന ആളോട് അനീഷ് ചേട്ടനോട് എനിക്ക് ഭയങ്കര റെസ്പെക്ട് ആയിരുന്നു എന്നൊക്കെ. അനീഷ് ചേട്ടന് അനുമോളെടുത്ത ഫീലിങ്സ് വന്നതിന് അനുമോളെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമാശാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അനുമോളടുത്ത് ഞാൻ മുന്നൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനുമോളി മിക്സഡ് സിഗ്നൽ കൊടുക്കുന്നതുകൊണ്ടാണ് അനീഷ് ഏട്ടന്റെ ആ മൈൻഡിലുണ്ട്. പക്ഷെ അവരത് പറഞ്ഞ് തീർത്ത് സോൾവ് ചെയ്ത കാര്യമാണ്. അത് എന്തിനാ ഈ പറയുന്നത്? ഈ അനീഷ് ഏട്ടന് അനുമോളോട് ഫീലിങ്സ് തോന്നിയതിന് അനുമോളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് പോട്ടെ. ഓക്കെ, ഇനി അടുത്ത് ആദില നൂറ. ഞാൻ ആദില നൂറയുടെ ഭയങ്കര ഫാനാണ്. ഭയങ്കര ഇന്റലക്ച്വൽ ആയിട്ടും മെച്യൂർഡ് ആയിട്ടും കളിക്കുന്ന രണ്ടാൾക്കാരായിട്ടാണ് എനിക്ക് ആദില നൂറിനെ തോന്നിയത്. പക്ഷെ ഇപ്പൊ അടുത്തൊരു സ്റ്റാൻഡ്, ഇത്രയും ദിവസം പട്ട ഗേൾസ് ട്രയോ എന്നൊക്കെ പറഞ്ഞ് ഒപ്പം നിന്നിട്ട് ഈ ഒരു 2-3 ദിവസം കൊണ്ട് വെയിറ്റ് ചെയ്യാന്നു. ശരിക്കും ഒരു റിയൽ ഫ്രണ്ട് ആണെങ്കിലും 2-3 ദിവസം കൂടെ അല്ലേ വെയിറ്റ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മേ ബി ഗെയിമിന്റെ ഭാഗമായി അങ്ങനെ നിൽക്കാനും, ഗെയിം ആണെങ്കിൽ ഓക്കെ, അല്ലാതെ അത് പേഴ്സണലായിട്ട് ഇപ്പുറത്തെ കണ്ടത് ചാടിയിട്ട് അനുമോൾ ഒറ്റപ്പെടുത്തിയിട്ട് ഇങ്ങനെ കടിച്ചു കീറാൻ നിൽക്കുന്നത് ഭയങ്കര, എനിക്ക് ഇത് എന്തായിട്ടാണ് റിലേറ്റ് ചെയ്യാൻ തോന്നുന്നത്? കഴിഞ്ഞ സീസണിൽ ജാസ്മിനെതിരെ എല്ലാവരും കൂടെ കടിച്ചു കീറാൻ നിന്നില്ലേ, ആ ഒരു സെയിം സിനാരിയോ അനുമോളുടെ മേത്ത് ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. പിന്നെ ഈ തിരിച്ചു വന്ന കണ്ടസ്റ്റന്റ് ഒക്കെ ഈ പെരുമാറ്റത്തില് ആ ഒരു കുശുമ്പും അസൂയയും നിറഞ്ഞ പെരുമാറ്റം വളരെ വ്യക്തമാണ്. അതിൽ എനിക്ക് ജിഷിനും പ്രവീണും എയർപോർട്ടിൽ നിന്ന് പറഞ്ഞൊരു കാര്യം ഭയങ്കര ഇഷ്ടം. PR എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ഈ ഇല്ലാന്ന് പറഞ്ഞ ആൾക്കാരും ഉണ്ടെന്ന് പറഞ്ഞ എല്ലാവർക്കും PR ഉണ്ട്. PR ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. അവിടെ കൊടുക്കുന്ന കണ്ടന്റിന്റെ മുകളിലാണ് ആൾക്കാർ നിൽക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. ഇനി നിങ്ങളുടെ